മഴക്കാലം എത്തുന്നതോടെ ഇടുക്കി പീരുമേട്ടിലെ തൊഴിലാളി ലയങ്ങളിൽ താമസിക്കുന്നവരുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന ലയങ്ങളിൽ താമസിക്കുന്നത് 394 കുടുംബങ്ങളാണ്. ഇടുക്കിയിലെ പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളുടെ പുനരുദ്ധാരണ ജോലികളിൽ കാലതാമസം വരുത്തരുത് എന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ ഉത്തരവ്. മഴക്കാലത്തിന് മുൻപ് തങ്ങളുടെ ആശങ്കയ്ക്ക് ഒരു പരിഹാരമുണ്ടാകും എന്നാണ് തൊഴിലാളികളുടെ പ്രതീക്ഷ. പൊട്ടിയ ഓടിനുള്ളിലൂടെ കടന്നുവരുന്ന വെളിച്ചം ഇവരുടെ ജീവിതത്തിനുള്ളിലേക്കുള്ളതല്ല, മറിച്ച് ഇവരുടെ ജീവിതാവസ്ഥയുടെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്നതാണ്. ഇടുക്കി പീരുമേട്ടിൽ കാലങ്ങളായി പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ് പീരുമേട് ടീ കമ്പനി, MMJ പ്ലാന്റേഷൻസ് എന്ന കമ്പനികളുടേത്. അറ്റകുറ്റപ്പണി നടക്കാത്തതിനാൽ ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ഈ ലയങ്ങളെല്ലാം. മഴക്കാലം എത്തുന്നതോടെ ദുരിതം ഇരട്ടിയാകും. 394 കുടുംബങ്ങളാണ് ഭീഷണിയിൽ കഴിയുന്നത്. അപ്പുറത്ത് വീട്ടിൽ ആളിരിക്കുമ്പോൾ കഷ്ടമാ, ഭയങ്കര കഷ്ടം. മഴ വരുന്നുണ്ടെന്ന് പേടിയാ. വീട് മൊട്ടുണ്ട്, அந்த ഓടുകളിൽ വിളുകുത് മഴ വര. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങൾ നവീകരിക്കാൻ സംസ്ഥാന സർക്കാർ 33 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. നിർമ്മിത കേന്ദ്രം എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തു. എന്നാൽ 5 കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു ലയം മാത്രമേ ഈ തുക ഉപയോഗിച്ച് പണിയാൻ കഴിയൂ. நான் ஒருத்தைக்கு தான் இருக்கேன், வேற யாருமே இல்லை. பிள்ளைகள்லாம் ஊரில் இருக்காங்க, வீட்டுக்காரர் இல்லை, நான் மட்டும் தான் இருக்கேன். தூங்கும்போது மழை வச்சுட்டா பயந்தேன், பேடிதான், ஓடு கீழே விழுந்துரும்ல. ധനവകുപ്പിൽ നിന്നും വേഗത്തിൽ അനുമതി വാങ്ങി ലയങ്ങളുടെ പുനരുദ്ധാരണം ഉടൻ പൂർത്തിയാക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. പീരുമേട് താലൂക്കിലെ നിരവധി ലയങ്ങളെല്ലാം തന്നെ ഇടിഞ്ഞു വീഴാത്ത സ്ഥിതിയിലായിരുന്നു. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാരിനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മനസ്സാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ഹിയറിംഗുകൾ നടക്കുകയുണ്ടായി. 33,70,70,000 രൂപയുടെ എസ്റ്റിമേറ്റ് എടുക്കുകയും ആ എസ്റ്റിമേറ്റിന് ധനകാര്യ വകുപ്പും അതുപോലെ തൊഴിൽ വകുപ്പിലും മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ തുക ഉപയോഗിച്ചുകൊണ്ട് ഈ ലയങ്ങളുടെ നവീകരണം തന്നെ പൂർത്തിയാക്കാത്ത സ്ഥിതി ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും ബഹുമാനപ്പെട്ട മനസ്സാവകാശ കമ്മീഷൻ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തുക ഉപയോഗിച്ചുകൊണ്ട് എത്രയും വേഗം ലയങ്ങളിൽ നിന്നും മറ്റ് സാധാരണക്കാരെ തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിച്ച് നല്ല രീതിയിലുള്ള ലയങ്ങൾ നവീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ലയങ്ങൾ നവീകരിക്കാൻ 10 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും തൊഴിൽ സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. ഇന്നും ഇന്നലെയുമല്ല, കാലങ്ങളായി ഇതുപോലുള്ള സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന്റെ അവസ്ഥയാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. എപ്പോൾ വേണമെങ്കിലും ബാക്കിയുള്ള ഭാഗവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാം. മഴക്കാലം എത്തുകയാണ്. ഇനിയെങ്കിലും അടിയന്തരമായിട്ട് ഇവർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടതല്ലേ? സുമിത്രൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.